നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വീഴ്ത്തുകയെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ മാസങ്ങൾക്ക് മുമ്പേ കോൺഗ്രസ് നീക്കം തുടങ്ങിയിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ആയിരിക്കുമ്പോഴും പല വിട്ടുവീഴ്ചകളും വരുത്തി അവർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കാൻ തയ്യാറായി. JDU-വും RLD-യും സഖ്യത്തിൽ നിന്നും പുറത്തുപോയത് തിരിച്ചടിയാണെങ്കിലും കോൺഗ്രസ് ഇതുവരെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. BJP വളരെ ശക്തമാണെങ്കിലും 2004-ലെ തിരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുകയെന്നതാണ് കോൺഗ്രസ് കാണുന്ന സ്വപ്നം. 400-ലധികം ലോക്സഭാ സീറ്റുകളിൽ BJP-ക്കെതിരെ ശക്തമായ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ മഹത്തായ പദ്ധതി ഇതുവരെ പൂർണ്ണമായി യാഥാർത്ഥ്യമായിട്ടില്ല. എങ്കിലും ഇനിയും പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കുന്നത്. 2019-ൽ റഫാൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മോദിക്കെതിരെയായി ചൗക്കിദാർ ചോർ ഹേ മുദ്രാവാക്യത്തിനോടൊപ്പം പാവപ്പെട്ടവർക്ക് മിനിമം വരുമാന ഗ്യാരണ്ടി എന്ന വാഗ്ദാനം നൽകുന്ന ന്യായ് പദ്ധതിയുമായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ. ഇത്തവണ കൂടുതൽ വാഗ്ദാനങ്ങളുമായി ന്യായ് പദ്ധതി വിപുലീകരിച്ചപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളും ഇത്തവണ പ്രധാന പ്രചരണ വിഷയങ്ങളാണ്. ജാതി സെൻസസും ഇത്തവണ കോൺഗ്രസ് പ്രചാരണ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ OBC, ഗോത്രവർഗ, ദളിത് വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. അവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെ പാലിക്കപ്പെട്ടില്ലെന്നതും കോൺഗ്രസ് സജീവമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. തൊഴിലില്ലായ്മയുടെ പേരിൽ യുവാക്കൾക്കിടയിലും ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ താഴ്ന്ന ഇടത്തരം ദരിദ്ര കുടുംബങ്ങൾക്കിടയിലും BJP സർക്കാരിനെതിരെ നിശബ്ദ രോഷമുണ്ടെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിൽ വന്ന വീഴ്ചകൾ തിരിച്ചടിയായി തന്നെ കോൺഗ്രസ് കാണുന്നുമുണ്ട്. സഖ്യത്തിന് ഇതുവരെ ഒരു പൊതുപരിപാടിയോ വ്യക്തമായ ഭരണ അജണ്ടയോ ആവിഷ്കരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും സഖ്യകക്ഷികൾക്ക് അവരുടെ എല്ലാ മുൻനിര നേതാക്കളെയും ഒരൊറ്റ പൊതുവേദിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതുമില്ല. നിതീഷ് കുമാറിന്റെ JDU-വും ജയന്ത് ചൗധരിയുടെ RLD-യും ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പുറത്തു പോകുകയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതാണ് തിരിച്ചടിയായി മാറിയത്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യവും ഡൽഹിയിലെ AAP കോൺഗ്രസ് സീറ്റ് വിഭജനവും സഖ്യത്തിന് ആശ്വാസം പകരുന്നു. തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ സീറ്റ് പങ്കിടൽ ഉടമ്പടികൾ ഉണ്ടാകും. ഈ സഖ്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണത്തിന് മുമ്പുള്ളതാണ്. ന്യായ് മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുള്ള രാഹുലിന്റെ യാത്രകൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ തൊഴിലില്ലാത്ത യുവാക്കൾ, സ്ത്രീകൾ, ആദിവാസികൾ, ദളിതർ, തൊഴിലാളി വർഗം, കർഷകർ എന്നിവർക്ക് അനുയോജ്യമായതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ്. ഇതെല്ലാം വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. നന്ദി.